സഭാപിതാക്കന്മാരുടെ ആകുലതകളെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതും തീർച്ചയായിട്ടും ആ വിഷയത്തിൽ FCR ബിൽ ഉൾപ്പെടെ പാർലമെൻറ്റ് മാറ്റിവെച്ചത്. അതിന്മേൽ ചർച്ച നടത്തും, ആകുലതകൾ പരിഹരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ പിന്നെയും പർപ്പസ്ഫുള്ളി BJP ഉപദ്രവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായി. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ദീപിക പത്രമൊക്കെ നടന്ന പ്രചരണങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഈ പിന്തുണയ്ക്കുന്ന KC വേണുഗോപാലും ജോസ് കെ മാണിയും ഇവരൊക്കെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു, അല്ലെങ്കിൽ സഭയ്ക്ക് നിർണായകമായ നിലപാട് ഉണ്ടാകേണ്ട സമയത്ത്, സഭയ്ക്ക് അനുകൂലമായ നിലപാടുണ്ടാകേണ്ട ഒരു സമയത്തും, അത് 80-20 വിഷയമാകട്ടെ, പള്ളുരുത്തി വിഷയമാകട്ടെ, മുനമ്പം പ്രശ്നമാകട്ടെ, സംവരണ വിഷയങ്ങളാകട്ടെ, JB കോശി കമ്മീഷനാകട്ടെ, റബ്ബറിൻ്റെ വിലയാകട്ടെ, ഇതെല്ലാം എടുത്ത് നോക്കിയോ, ഇവിടെ എന്നും ഒന്നിനും ഇടപെടാത്ത ഇവർക്ക് വേണ്ടി ഈ ചില വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ വിടുപണി ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് പറ്റണം. കാരണം അത് പറ്റിയില്ല എങ്കിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിർജ്ജീവമായി പോകും. വേറെ മാർഗ്ഗമില്ല. കാരണം ഇതുമായിട്ട് വരുമ്പോൾ ഇന്നലത്തെ പത്രം എടുത്ത് വെച്ചിട്ട്, ഇന്നലത്തെ ദിവ്യ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ചിട്ട് അമിത്ഷാജി ചോദിക്കുക, നിങ്ങളല്ലേ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCR ബില്ല് മാറ്റി വെച്ചത്, ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും? ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. സഭാപിതാക്കന്മാരുടെ അടുത്ത് ഔദ്യോഗികമായി സംബന്ധിച്ച് പരാതി അറിയിക്കും. ഇല്ല, ഉപദ്രവിക്കാതിരിക്കാമല്ലോ. സഹായം ഒന്നും BJP ചോദിച്ചിട്ടില്ല, ഒരു സഹായം ചോദിച്ചില്ല. നിഷ്പക്ഷമായി എല്ലാവരെയും കാണുന്നല്ലോ ഒരേപോലെ കാണണമെന്ന് പറഞ്ഞില്ല. പക്ഷേ പർപ്പസ്ഫുള്ളി BJP ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ് ദീപികയുടെ സഭയുടെ മുഖപത്രം എന്നാണ് പറയുന്നത്. സഭയുടെ മുഖപത്രം ഇപ്പോൾ സാന്റാമോണിക്കയുടെ ഷെയറുള്ള പത്രമാണ്. അങ്ങനെ വിവിധ ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കൂടെ സഭയുടെ മുഖപത്രം എന്ന പേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് ബുദ്ധിമുട്ടാവും. അല്ല, ഞങ്ങൾ ഈ കാര്യങ്ങൾ പിതാക്കന്മാരെ അറിയിച്ചപ്പോൾ പിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് അതിന്മേൽ യാതൊരു പ്രതികരണം പിന്നെ നടത്തിയില്ല. ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞാൻ തന്നെയാണ് അറിയിച്ചത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. ആ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ അവിടെ തീർന്നു. പക്ഷേ ഇപ്പോഴും പിതാക്കന്മാരുടെ ലേബലിൽ ചില ആളുകൾ ഇവിടെ UDF വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും വിടുപണി ചെയ്യുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഇനി സഭയ്ക്ക് കഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇന്നലെ തന്നെ എന്നോട് ചോദ്യം, ഇന്നലെ രാവിലെ പത്രം വന്നു, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCR മാറ്റി വെച്ചത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതിനകത്ത്, അതും രാജ്യസുരക്ഷയ്ക്ക് ബാധകമായൊരു വിഷയത്തെ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, എന്നിട്ടും ചെയ്യുന്ന ഇതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയുന്നത്? സഭയ്ക്ക് വേണ്ടി സഭയുടെ വക്താവ് എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മളെപ്പോലുള്ളവർ വലിയ പ്രതിസന്ധിയിലായി പോകും. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അല്ലല്ല, സഭയല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. സഭയുടെ പേരിൽ കുറേ ആളുകൾ നടത്തുന്ന ഈ കോപ്രായങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അതാണ്, അതിന് സഭ ഇനി കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഞാനും സഭാംഗമാണ്. ഞാൻ BJPക്കാരനാണ്. സഭയിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM-മാരുണ്ട്. ഇപ്പം NS പറയുന്നത് സമദൂരം എന്ന് പറയുന്നത് ശരി ദൂരവും സമദൂരമായിരിക്കണം. അല്ലാതെ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ദീപിക ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിൽ അത് എല്ലാവരെയും ബാധിക്കും. എന്നെ ബാധിക്കും, സഭയെ ബാധിക്കും. ഉണ്ടോ? തീർച്ചയായിട്ടും. ദീപികയ്ക്ക് കൃത്യമായി അത്തരം വിടുപണി ചെയ്യുന്ന എന്തിനാണ്? KC വേണുഗോപാലിന് വേണ്ടി, ജോസ് കെ മാണിക്ക് വേണ്ടി ദീപിക ഇങ്ങനെ മനുഷ്യനെ അവമാനിക്കുന്ന എന്തിനാണ്? എല്ലാവരും സമദൂരമല്ലേ. എത്രയോ വിഷയങ്ങളിൽ ഞങ്ങളൊക്കെ ഇടപെട്ട് സഭയുടെ ഒപ്പം നിന്നു. അപ്പോൾ അതിനൊരു മര്യാദ തിരിച്ചു കാണിക്കണ്ടേ? അപ്പോൾ ആ മര്യാദ ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളൊക്കെ വാമൂടിക്കെട്ടിപ്പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അതിനി മുഴുവൻ പിതാക്കന്മാരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് ഇന്നലെ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മേലിൽ നീ ഇനി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരണമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാനാണ് സഭയുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് BJP-യിൽ നിന്ന്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്നോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിലപാട് തുടർന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അവസാന ഇലക്ഷൻ ആകുമ്പോൾ ഈ പണിയാണ്. അത് ശരിയല്ല.